വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്റ്റൺ ഇഫക്റ്റ് ആണ്. കോംപ്റ്റൺ ഇഫക്റ്റിൻ്റെ ഡെറിവേഷൻ കണ്ടു ആൻഡ് കോംപ്റ്റൺ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു ലാംഡ ഡാഷ് മൈനസ് ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു h by m0 c ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ വെയർ ഫൈ ഇസ് ദി സ്കാറ്ററിങ് ആംഗിൾ. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യത്തേ ഉള്ളൂ, എന്താണ്? ഫൈ ആണ് സ്കാറ്ററിങ് ആംഗിൾ. സ്കാറ്ററിങ് ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ കോംപ്റ്റൺ ഷിഫ്റ്റും അല്ലെങ്കിൽ ആ ചേഞ്ച് ഇൻ വേവ് ലെങ്ത്തും ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കേസസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, വെൻ ഫൈ ഈസ് ഈക്വൽ ടു 0. ഈ ഫൈ ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ കോസ് 0 ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. സോ ഇത്രയും ടേം 0 ആയിപ്പോയി. ദാറ്റ് ഈസ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. അതായത് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ. അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇപ്പോൾ ഇവിടെ ഇതാണ് ഫോട്ടോൺ വരുന്നതെന്ന് വിചാരിക്കുക. ഫോട്ടോൺ വരുന്നു, ഇലക്ട്രോണിൽ ഹിറ്റ് ചെയ്യുന്നു. സാധാരണ എന്താണ് ഇത്? സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ പോകുന്നു അല്ലേ? ഇതൊരു ഫൈ. അപ്പം നേരെയാണ് ഇത് പോകുന്നത്. ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്നില്ല, നേരെയാണ് ഈ ഫോട്ടോൺ പോകുന്നത്. എങ്കിൽ എന്താ ചെയ്യുക? ഫൈ 0 ആണ് അല്ലേ? ആംഗിളൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ലാംഡയാണ് ഈ ഒറിജിനൽ ഫോട്ടോണിൻ്റെ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യാൻ വരുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് എങ്കിൽ സ്കാറ്റർ ചെയ്തതിന് ശേഷവും ഒരു ആംഗിളും ഇല്ലാതെയാണ് അത് സ്കാറ്റർ ചെയ്ത് പോകുന്നതെങ്കിൽ അതിൻ്റെ വേവ് ലെങ്ത് എന്താണ്? ലാംഡ ആയിരിക്കും. ആൻഡ് ദിസ് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ആയിരിക്കും. ഒറിജിനൽ വേവ് ലെങ്ത് തന്നെയായിരിക്കും, അതിലൊരു വ്യത്യാസം വരുന്നില്ല, അവിടെ ഒരു ഷിഫ്റ്റും ഉണ്ടാവുന്നില്ല. ഓക്കെ. ഇനി അടുത്ത ഒരു കേസ്, വെൻ ഫൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ഇപ്പം 90 ഡിഗ്രിയിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു h by m0 c ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ. ദെൻ വെൻ ഫൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 2, കോസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആകും. ഈ ടേം 0 ആകുമ്പോൾ നമുക്ക് എന്ത് വരും? ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു h by m0 c. വാട്ട് ഈസ് h by m0 c? ദ കോംപ്റ്റൺ ലെങ്ത് അല്ലേ? കോംപ്റ്റൺ വേവ് ലെങ്ത് ആണ് ലാംഡ സി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. എന്താണ്? 2.425 പൈക്കോമീറ്റർ ഓർ 2.425 ഇൻറ്റു 10⁻⁻12 മീറ്റർ. ഇനി അടുത്തൊരു കേസ്, വെൻ ഫൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി വരുമ്പോഴത്തേക്കും എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ എഴുതാണ്. ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു h by m0 c ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ. അപ്പോൾ വേർ ഫൈ ഈസ് ഈക്വൽ ടു 180. കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ഇവിടെ 1 മൈനസ് -1 വരും. അതായത് 1 പ്ലസ് 1 വരും, ഇത് 2 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു h by m0 c അല്ലേ? h by m0 c എന്ന് പറഞ്ഞാൽ കോംപ്റ്റൺ വേവ് ലെങ്ത്, ദാറ്റ് ഈസ് 2.425 ഇൻറ്റു 2 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4.85 പൈക്കോമീറ്റർ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയാൽ ആദ്യം വെൻ ഫൈ ഈസ് ഈക്വൽ ടു 0. ഫൈ ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്ക് ആ ഒറിജിനൽ വേവ് ലെങ്ത് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഷിഫ്റ്റ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പീക്ക് ഉദ്ദേശിക്കുന്നത് ആ വേവ് ലെങ്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ വേവ് ലെങ്ത് ആണ്. ഈ പീക്ക് ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ വേവ് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പീക്കൊന്നും വരുന്നില്ല. രണ്ട് പീക്കില്ല എന്നർത്ഥം എന്താണ്? ആ വന്ന വേവ് ലെങ്ത് തന്നെയാണ് സ്കാറ്റർ ചെയ്ത് പോയപ്പോഴും ഫോട്ടോണിനുള്ള വേവ് ലെങ്ത്. വെൻ ഫൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 2. ഫൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 2 വരുമ്പോഴത്തേക്കും അവിടെ ഡെൽറ്റ ലാംഡയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. ഡെൽറ്റ ലാംഡയ്ക്ക് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 2.425 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാംഡ ഡാഷ് എന്ന് പറഞ്ഞാൽ ലാംഡ പ്ലസ് 2.425 അല്ലേ? അപ്പോൾ അവിടെ ഒരു മോഡിഫൈ ചെയ്ത ഒരു വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ സ്കാറ്റർ ചെയ്തതിന് ശേഷം ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു രണ്ട് പീക്ക് കാണിച്ചിരിക്കുന്നുണ്ടാവും. ഇവിടെ ഒരു പീക്ക് കാണിച്ചിട്ടുണ്ട്, അത് ഒറിജിനൽ വേവ് ലെങ്ത്, അതായത് ഹിറ്റ് ചെയ്യാൻ വരുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത്. ഇനി ഹിറ്റ് ചെയ്തതിന് ശേഷം അത് സ്കാറ്റർ ചെയ്ത് പോകുന്ന വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഇൻക്രീസ് ആകും അല്ലേ? അപ്പോൾ അവിടെ ഇതാണ് രണ്ട് പീക്ക് കാണിച്ചിരിക്കുന്നത്. ദർ ഇസ് എ ചേഞ്ച് ഇൻ ഓർ ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ദി വേവ് ലെങ്ത്. ആ ഷിഫ്റ്റാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെയാണ് ഫൈ ഈസ് ഈക്വൽ ടു പൈ ബൈ 2ൻ്റെ കേസും. ഇനി അടുത്തത് നമ്മൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി ഓഫ് കോംപ്റ്റൺ ഇഫക്റ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോംപ്റ്റൺ യൂസ് ചെയ്തത് എക്സ്റേ റേഡിയേഷൻ ആയിരുന്നു യൂസ് ചെയ്തത്. സോ എ മോണോക്രോമാറ്റിക് ബീം ഓഫ് ലൈറ്റ് ഈസ് കൊളിമേറ്റഡ് ഇൻ ടു എ ഫൈൻ ബീം ബൈ എ ലെഡ് ബ്ലോക്ക് ആൻഡ് ഈസ് അലൗഡ് ടു ഫോൾ ഓൺ ദി സ്കാറ്ററിംഗ് മെറ്റീരിയൽ. ഇതാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ലെഡ് ബ്ലോക്ക്. ദെൻ ഇതാണ് നമ്മുടെ സോഴ്സ്. ഓക്കെ. ഇനി അവിടെ വന്നിട്ട് ഇതെന്താണ്? സ്കാറ്റർ ചെയ്ത് പോകുന്നു. അപ്പോൾ സ്കാറ്റർ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ഒരു ബ്രാഗ് സ്പെക്ട്രോമീറ്ററാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് എന്താണ്? ഏത് ആംഗിളിലുള്ള റേഡിയേഷനും നമുക്ക് ഇതിലെ കൂടെയൊക്കെ ഇങ്ങനെ റേഡിയേഷൻ വരുമല്ലോ. അപ്പോൾ ഈ ആംഗിളിലുള്ള റേഡിയേഷൻ എല്ലാം തന്നെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അപ്പോൾ ഇങ്ങനെ ഓരോ
ഡിഗ്രിയിലും, അതായത് ഓരോ ഡിഗ്രിയിലുമുള്ള ഇതിൻ്റെ സ്കാറ്ററിംഗ് എഫക്റ്റ് എന്താണെന്നാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. 0, 45, 90, 135 ഡിഗ്രീസ് ആർ ഷോൺ ഇൻ ദി ഫോളോയിങ് ഫിഗർ. ആ ഒരു ഫിഗർ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനൊരു ഗ്രാഫ് വരച്ചല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആദ്യം തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇവിടെ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്ന ആ സ്കാറ്ററിംഗ് ആംഗിൾ തന്നെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് തീറ്റ എന്നുള്ളൂ, ഞാൻ പറഞ്ഞത് 5 എന്നാണ്. ഓക്കെ, ദെൻ ഈ ഒരു 5 ഇസ് ഈക്വൽ ടു 0. ഇവിടെ റീകോയിലിംഗ് ആംഗിളാണെന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് 5 തന്നെയാണ്. ഇതെല്ലാം 5 ഇസ് ഈക്വൽ ടു ആണ് കേട്ടോ. സോ 5 ഇസ് ഈക്വൽ ടു 0 വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഒരൊറ്റ പീക്കേ ഉള്ളൂ. ദർ ഇസ് നോ ഷിഫ്റ്റ് ഇൻ ദി വേവ് ലെങ്ത്. ദെൻ 5 ഇസ് ഈക്വൽ ടു 45 വന്നാൽ 0 ഒഴിച്ച് ബാക്കി ഏത് ആംഗിൾ വന്നാലും അവിടെ എന്ത് വരും? ഒരു 2 പീക്ക് അവിടെ വരും. ഓക്കെ, അപ്പോൾ 2 പീക്ക് എന്ന് പറയുന്നത് ഒന്ന് ഒറിജിനൽ വേവ് ലെങ്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള, അതായത് സ്കാറ്റർ ചെയ്തതിന് ശേഷമുള്ള വേവ് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ രണ്ട് കമ്പോണൻസ് അവിടെ വരുമെന്ന്. നമ്മൾ കോംപ്റ്റൺ എഫക്റ്റ് ഡെറിവേഷൻ നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം 2 കമ്പോണൻസ് അവിടെ വരുന്നുണ്ട്. അവിടെ സൈൻ കമ്പോണൻറ്റ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്യാൻസൽ ആകുന്നുണ്ട്, പിന്നെ ഒന്നൊരു കോസ് കമ്പോണൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ 2 കമ്പോണൻ്റാണ് കാണാൻ പറ്റുന്നത്, ഒന്ന് ഒറിജിനൽ വേവ് ലെങ്ത്തും മറ്റൊന്ന് കോസ് കമ്പോണൻറ്റും. അപ്പോൾ അതാണ് ഇങ്ങനെ 2 പീക്ക് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഇത് കണ്ടോ, ഒന്ന് ചെറിയൊരു വേവ് ലെങ്ത് ആണ്, മറ്റൊന്ന് കുറച്ചും കൂടിയാണ്, അതായത് സ്കാറ്റർ ചെയ്തതിന് ശേഷം വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് അറ്റ് ഈച്ച് ഓഫ് ദി നോൺ സീറോ ആംഗിൾ ദ സ്കാറ്റേഡ് ബീം കൺസിസ്റ്റ് ഓഫ് 2 peaks. The scattered beam consists of 2 peaks, one corresponding to the original wavelength lambda and other due to the modified wavelength lambda dash. The difference between the two wavelengths gives the Compton shift. And it may be noted that the wavelength increases with the scattering angle theta. ഇവിടെ theta എന്ന് കൊടുത്തേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് scattering angle phi. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇപ്പോൾ കോംപ്റ്റൺ എഫക്റ്റിൻ്റെ കേസിൽ, ഇപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കേസിൽ ഇലക്ട്രോൺ എന്താണ് ചെയ്യുന്നത്? ആ വരുന്ന ഫോട്ടോൻ്റെ എനർജി മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ, ഫോട്ടോ ഇലക്ട്രിക്കിൻ്റെ കേസിൽ. പക്ഷേ കോംപ്റ്റൺ എഫക്റ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? കോംപ്റ്റൺ എഫക്റ്റിൻ്റെ കേസിൽ ആ ഫുൾ എനർജി ഫോട്ടോൺ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അല്ലേ. കുറച്ച് എനർജി ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഫോട്ടോൺ ബാക്കി എനർജിയായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ അല്ലെങ്കിൽ ആംഗിൾ ഇല്ലാതെ അത് സ്കാറ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലും കോംപ്റ്റൺ എഫക്റ്റിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് 1-2 പ്രോബ്ലംസ് കോംപ്റ്റൺ എഫക്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് 20 picometer ആർ scattered from a target. What is the wavelength of the X-ray scattered through 45 degrees? അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് 20 meter സ്കാറ്റേഡ് ഫ്രം എ ടാർഗറ്റ്. അപ്പം ഏതാണ് 20 picometer വേവ് ലെങ്തിലുള്ള ഒരു റേഡിയേഷനാണ് ടാർഗറ്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പം അത് വന്നു കഴിയുമ്പം നമുക്ക് എന്താണ് അതിനെ ലാംഡ ഇസ് ഈക്വൽ ടു 20 picometer എന്ന് എഴുതാം. പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 20 × 10⁻⁻12 മീറ്റർ. ഇനി ഏത് ആംഗിളിലാണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്? 45 ഡിഗ്രിയിലാണ് ഇതിങ്ങനെ ഫോട്ടോൺ വരുന്നു, 45 ഡിഗ്രിയിലാണിത് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രിയിലാണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. ലാംഡ ഡാഷ് ഇസ് ഈക്വൽ ടു ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു h/m0c × 1 - cos φ. ഇവിടെ തീറ്റ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സ്കാറ്ററിംഗ് ആംഗിൾ തന്നെയാണ് കേട്ടോ, cos φ ആണ് കേട്ടോ. ഇനി അടുത്തത് φ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി. ആൻഡ് ഇതെന്താണ്? കോംപ്റ്റൺ വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ നമുക്കറിയാം 2.4 × 10⁻⁻12 മീറ്റർ ഓർ പൈക്കോമീറ്റർ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്താണ്? ലാംഡ ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി എക്സ്റേ സ്കാറ്റേഡ് ത്രൂ? സ്കാറ്റർ ചെയ്ത് പോയിട്ടുള്ള എക്സ്റേയുടെ വേവ് ലെങ്ത് ആണ്. നേരെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ലാംഡ എന്താണെന്ന് അറിയാം, 20 picometer. ദെൻ h/mc ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, അതിൻ്റെ വാല്യൂ നമുക്കറിയാം. ദെൻ തീറ്റ ഓൾറെഡി തന്നിട്ടുണ്ട്, എന്താണ്? 45 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ അതെല്ലാം കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 20.7 picometer. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്റേസ് ഓഫ് വേവ് ലെങ്ത് 2 angstrom are scattered from a carbon block. The scattered photons are observed at right angles to the direction of the incident beam. Determine the wavelength of the scattered photon. Second one, the recoil energy of the electron. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഒന്ന്, സ്കാറ്റർ ചെയ്ത് പോയ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുണ്ട്. 2, ഈ ഇലക്ട്രോണിൽ വന്നാണല്ലോ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോണും റീകോയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റീകോയിൽ ചെയ്ത് പോകണമെങ്കിൽ ഇലക്ട്രോണിന് ഒരു എനർജി വേണം, അല്ലേ.
അപ്പോൾ ആ റീകോയിൽ ചെയ്ത ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫോട്ടോണിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടിയിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ള എനർജി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ എന്തെങ്കിലും ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മുടെ ഇക്വേഷൻ അവിടെ എഴുതി വെക്കുക. ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇവിടെ കോസ് 5 ആണ് കേട്ടോ, ഞാൻ പറഞ്ഞതനുസരിച്ച് കോസ് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാംഡ ഇസ് ഈക്വൽ ടു 2 ആങ്സ്ട്രം കണ്ടോ. എക്സ് റൈസ് ഓഫ് വേവ് ലെങ്ത് 2 ആങ്സ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ഹിറ്റ് ചെയ്യുന്നത്. 2 ആങ്സ്ട്രം എന്ന് പറയുമ്പോൾ 2 × 10⁻⁻10 മീറ്റർ. അപ്പോൾ ഒരു കാർബൺ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ദെൻ the scattered photons are observed at right angles to the direction of the incident beam. ഇൻസിഡൻറ്റ് ബീം ഇതിങ്ങനെയല്ലേ വരുന്നത്, ഫോട്ടോൺ ഇങ്ങനെയാണ് വരുന്നത്, ഇലക്ട്രോൺ ഇവിടെയുണ്ട്. ഇതാണ് എന്താണ് ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇതാണ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ റൈറ്റിലാണ് ഒബ്സർവ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. സോ 90 ഡിഗ്രി. അതുകൊണ്ടാണ് ഇവിടെ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതിയിരിക്കുന്നത്. ഇത്രയും സാധനം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം H/mc നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ് 2.4 പൈക്കോമീറ്റർ. ഇനി ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാംഡ ഡാഷ് ആദ്യം കണ്ടുപിടിക്കുകയാണ്. സോ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് H/mc 1 മൈനസ് കോസ് 5. ഇനി അതിൻ്റെ എല്ലാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേവ് ലെങ്ത്, സ്കാറ്റർ ചെയ്ത് പോയ ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് 2.0246 ആങ്സ്ട്രം എന്ന് കിട്ടും. അപ്പോൾ അത്രയും കിട്ടിയല്ലോ. ഇനി എന്നാ ചെയ്യേണ്ടത്? അപ്പോൾ ഫോട്ടോൺ ഇവിടെ വന്നു, ഫോട്ടോൺ ഇങ്ങോട്ട് വന്നു, ഫോട്ടോൺ വന്ന് ഇലക്ട്രോണിൽ എനർജി കൊടുത്തു. ഇപ്പോൾ H nu എന്ന് പറയുന്ന എനർജിയുമായിട്ടാണ് ഫോട്ടോൺ വന്നത്. അപ്പോൾ ഇലക്ട്രോണിന് കുറച്ച് എനർജി കൊടുത്തതിന് ശേഷം അത് റീകോയിൽ ചെയ്ത് പോയി. പിന്നെ എന്താണ്? ഈ ഫോട്ടോൺ ഇങ്ങോട്ട് സ്കാറ്റർ ചെയ്ത് പോയി. അപ്പോൾ അതിൻ്റെ എനർജി കുറഞ്ഞല്ലോ, H nu dash ആയി അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോണിന് കൊടുത്ത എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ മാത്സ്. കൊണ്ടുവന്ന എനർജി മൈനസ് സ്കാറ്റർ ചെയ്ത് പോയപ്പം ബാക്കി ഉണ്ടായിരുന്ന എനർജി H nu മൈനസ് H nu dash. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, H nu മൈനസ് H nu dash. പക്ഷെ നമുക്ക് ഫ്രീക്വൻസിൻ്റെ അകത്തൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്കതിൻ്റെ വേവ് ലെങ്ത്ത്, വന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത്ത് അറിയാം, സ്കാറ്റർ ചെയ്ത് പോയ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്ത് അറിയാം. നമുക്ക് എന്ത് ചെയ്യണം? ന്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ H nu എന്ന് പറഞ്ഞാൽ എന്താണ്? C/λ. സ്കാറ്റർ ചെയ്തതിന് ശേഷം ഫ്രീക്വൻസി കുറയുവാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? HC/λ ഡാഷ്. ഫ്രീക്വൻസി വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതിനെ എന്താ ചെയ്യേണ്ടത്? HCയും കോമൺ ആണല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ HC ഇവിടെ കോമൺ ആയിട്ട് എടുത്തിട്ട് 1/λ മൈനസ് 1/λ ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. H പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് അറിയാം, C വെലോസിറ്റി ഓഫ് ദി ലൈറ്റ് അറിയാം, ലാംഡയും ലാംഡ ഡാഷും നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ കൊണ്ടുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 1.21 × 10⁻⁻17 ജൂൾ. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. എ 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺ കൊളൈഡ്സ് വിത്ത് എ പ്രോട്ടോൺ അറ്റ് റെസ്റ്റ്. ഇലക്ട്രോൺ അല്ല, പ്രോട്ടോൺ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാസൊക്കെ വരുമ്പം മാറി വരും, ഇവിടെ മാസൊക്കെ വരുമ്പോൾ മാറി വരും, അതൊക്കെ ശ്രദ്ധിച്ചോണം. അപ്പോൾ എ 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺ കൊളൈഡ്സ് വിത്ത് എ പ്രോട്ടോൺ അറ്റ് റെസ്റ്റ്. വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ എനർജി ലോസ് ഫോർ ദി ഫോട്ടോൺ? അപ്പോൾ 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഒരു ഫോട്ടോൺ പ്രോട്ടോണിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഹിറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഇത് ഫോട്ടോണിൻ്റെ എനർജി കുറയുന്നുണ്ട് അല്ലേ. സ്വാഭാവികമായിട്ട് എനർജി കുറയുന്നുണ്ട്, കാരണം ഇത് പ്രോട്ടോണിന് കുറച്ച് എനർജി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം എനർജി ലോസ് അവിടെ സംഭവിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതുക. ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു H/mc ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് സ്കാറ്ററിങ് ആംഗിളാണ് കേട്ടോ. നിങ്ങൾക്ക് തീറ്റാന്നോ അല്ലെങ്കിൽ ഫൈന്നോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാല്യൂ എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതണമെന്ന് മാത്രം. ദ മാക്സിമം എനർജി ലോസ് ഈസ് വെൻ ദ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഈസ് ബൗൺസ് ബാക്ക്, ദാറ്റ് ഈസ് 180 ഡിഗ്രി. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ സ്പെഷ്യൽ കേസസ് പറഞ്ഞപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 0, അതുപോലെ തന്നെ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ കേസിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് മാക്സിമം ലെങ്ത്ത് വരുന്ന, മാക്സിമം പോസിബിൾ വേവ് ലെങ്ത്ത്, ആ ഷിഫ്റ്റ് വരുന്നത് എപ്പോഴായിരുന്നു? 180 ഡിഗ്രി വരുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടിയിരുന്നല്ലേ. അതായത് ഫോട്ടോൺ ഇങ്ങോട്ട് വരുന്നു, പ്രോട്ടോണുമായിട്ട് ഹിറ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ടാണ് തിരിച്ച് 180 ഡിഗ്രിയിൽ തിരിച്ചാണ് അത് സ്കാറ്റർ ചെയ്ത് പോകുന്നതെങ്കിലാണ് ഏറ്റവും കൂടുതൽ എനർജി ലോസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ തീറ്റയ്ക്ക് നമ്മൾ 180 ഡിഗ്രി കൊടുക്കുക. അപ്പോൾ കോസ് തീറ്റ കോസ് 180 എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ ഒരു
ഇവിടെ 1 മൈനസ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ എന്താ വരിക, എച്ച് ഇൻറ്റു 1 മൈനസ് -1 വരും. ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു 1 പ്ലസ് 1 വരും. ദാറ്റ് ഈസ് 2 ആണ് ഇവിടെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ 2 ലാംഡ പ്ലസ് 2h ബൈ എം സി കൊടുത്തിരിക്കുന്നത്. ഇവിടെ -1 ആണ്, -1 ആണ്. എച്ച് ഇൻറ്റു ഇവിടെ എച്ച് ഇൻറ്റു 1 മൈനസ് -1 ഡിവൈഡഡ് ബൈ എം സി ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. കാരണം കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ അറിയാതെ മൈനസ് കൊടുത്തിട്ടുണ്ട്, 1 കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അത്ര അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയല്ലോ. ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 2h ബൈ എം സി. ഇനി എനർജി എന്തായിരുന്നു, 100 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ മെഗാ എന്ന് പറഞ്ഞാൽ 10⁶. ഓക്കെ, 1 ഇലക്ട്രോൺ വോൾട്ട് അതിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹. അപ്പോൾ അതിന് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മാക്സിമം എനർജി ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് നമുക്കറിയാം ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ്, ഓർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂവിന് പകരം സി ബൈ ലാംഡ എഴുതാം. ഇതിൻ്റെ അകത്ത് നിന്ന് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ഇ എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ഇ. അപ്പോൾ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സി വെലോസിറ്റി ഓഫ് ദി ലൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇലക്ട്രോണിൻ്റെ എനർജി ഇവിടെ ജൂളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലാംഡ എത്രയാണ്, ഇത്. ഈ ലാംഡ എന്താണ്, വരുന്ന ഫോട്ടോണിൻ്റെ ഏത് റേഡിയേഷനാണോ വരുന്ന ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ കിട്ടി, ഈ ലാംഡ നമുക്ക് ഇവിടെ കിട്ടി. ഇനി 2h ബൈ എം സി കണ്ടുപിടിക്കാം. 2h ബൈ എം സി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രോട്ടോണിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2ഉം എച്ചും ഒക്കെ ഓക്കെയാണ്, ലൈറ്റ് സിയുടെ വാല്യൂം ഓക്കെയാണ്. ബട്ട് മാസ് എന്ന് പറയുമ്പോഴത്തേക്കും 1.66 × 10⁻⁻27. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത് 0.266. ഇനി ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ലാംഡ ഡാഷ്, അതായത് സ്കാറ്റർ ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.511 × 10⁻⁻14 മീറ്റർ. ഇനി മാക്സിമം എനർജി ലോസ് എന്തായിരിക്കും? മാക്സിമം എനർജി ലോസ് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ ഡാഷ് അല്ലേ, അതായിരിക്കുമല്ലോ മാക്സിമം എനർജി ലോസ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ റീകോയിൽ ചെയ്ത പ്രോട്ടോണിൻ്റെ എനർജി. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അകത്ത് കണ്ടത് റീകോയിലിംഗ് ഓഫ് ദി അല്ലെ എനർജി ഓഫ് ദി റീകോയിൽഡ് ഇലക്ട്രോൺ അല്ലേ. ആ റീകോയിൽഡ് ഇലക്ട്രോണിന് കിട്ടിയ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോട്ടോണിന് നഷ്ടപ്പെട്ട എനർജി എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ പ്രോട്ടോണിൻ്റെ എനർജി കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ ഫോട്ടോണിന് നഷ്ടപ്പെട്ട എനർജിയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ 2.812 × 10⁻⁻12 ജൂൾ.